ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞണ്ട് കട്ട് ചെയ്യുന്നതും കറി വയ്ക്കുന്നതുമായൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഞണ്ടാണുള്ളത്. ഒരു ചെറിയ ഞണ്ടും കൂടി ഉണ്ട്. 1 കിലോനാണിത്. ഇത് നമ്മുടെ പുറംകടലിൽ നിന്ന് ആഴക്കടലിൽ നിന്ന് പിടിക്കുന്ന ഞണ്ടാണ്. ബോട്ടുകാർ കൊണ്ടുവരുന്ന ഞണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാലുകൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ കാലിൻ്റെ സൈഡിലുള്ള മുള്ളുകളും കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ ചെറിയ പീസാക്കണം. ആ തുമ്പ്, ആ പല്ലിൻ്റെ അവിടെയുള്ള ആ ഒരു പ്ലെയർ പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് കളയണം. കാലുകളെല്ലാം നമുക്ക് വെട്ടിയെടുക്കാം. ഇത് വേസ്റ്റാണ്, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാലുകളുടെ തുമ്പിൽ ആ പതിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കാലിൻ്റെ കിടക്കുന്നുള്ള ഭാഗങ്ങൾ നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഞണ്ടിൻ്റെ കാലെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വലിയ ഞണ്ടിൻ്റെ കാലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ചെറിയ കാലുകൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ജോയിൻറ്റുകൾ, ആ മടക്കുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ വെച്ചാൽ കട്ട് ചെയ്യുക. ഈ കാലുകളുടെ വശമൊക്കെ, കട്ടിയുള്ള വശമൊക്കെ നമ്മളൊന്ന് പതുക്കെ ഒന്ന് ചതച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ മുളകൊന്നും കയറില്ല, മസാലകളൊന്നും കയറില്ല. അതുപോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കത് കടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാംസമൊക്കെ എടുക്കാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് ചതച്ചിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ വലിയ കാലാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളതൊരു എന്തെങ്കിലും വെയിറ്റുള്ള സാധനം കൊണ്ട് അടിച്ച് അത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. കത്രിക കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, കത്തി കൊണ്ടും പറ്റില്ല. ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കണം. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അധികം കഴുകാൻ പാടില്ല. കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ശരിക്ക് കഴുകി വൃത്തിയാക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ കളി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ ചിലപ്പോൾ പൊന്നുള്ള സമയത്ത് പൊന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ അതൊക്കെ പോവും. അതുകൊണ്ട് തന്നെ ഞണ്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളയാം. ഇതൊക്കെ വേസ്റ്റാണ്, ഇതൊക്കെ എടുത്ത് മാറ്റാം നമുക്ക്. ഇത് വെട്ടി തന്നെ മുറിക്കണം, നമുക്കല്ലാതെ സിസേഴ്സ് കൊണ്ട് പറ്റില്ല. ഇനി നമുക്കൊരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇത് പീസാക്കാം. ചെറിയ ഞണ്ടാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് സിസേഴ്സ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വലിയ ഞണ്ടായതുകൊണ്ടാണ് അതിൻ്റെ കാലിൻ്റെ ആ ഒരു ഇതൊക്കെ തോടൊക്കെ ഭയങ്കര കട്ട് ചെയ്യാൻ നമുക്ക് പാടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ആഴക്കടലിലൊക്കെ, പുറംകടലിലെ ആഴക്കടലിലൊക്കെ ഈ പാറകൾക്കിടയിൽ ഇരിക്കുന്ന ഞണ്ടാണിത്. ഇത് ബോട്ടുകാരാണിത് കൊണ്ടുവരണത്. ഇതിൻ്റെ പല്ലിൻ്റെ തുമ്പുവശം നമുക്ക് കട്ട് ചെയ്ത് കളയാം. പതുക്കെ ഒന്ന് ചതച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് അതിനുള്ളിൽ മസാല ഒന്നും കയറില്ല. അതല്ല, നമുക്ക് കഴിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും അതെടുക്കാനായിട്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് മാംസം എടുക്കാനായിട്ട്. ഇങ്ങനെ മാംസം അത് പുറത്തേക്ക് തള്ളി വരുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അധികം കഴുകാൻ നിൽക്കരുത്. കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ശരിക്കും കഴുകിയെടുക്കണം. ഞണ്ടിൻ്റെ കാലും അതുപോലെ തന്നെ ആ ബോഡി പാർട്ടൊക്കെ ശരിക്കും കഴുകിയെടുക്കുക. ഇനി നമുക്ക് ആ പുറന്തോട് എടുത്ത് മാറ്റാം. ഇതൊക്കെ വേസ്റ്റാണ്, അതൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം. ആ പൂ പോലൊരു സാധനമുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വേണം നമുക്കിനി ഇത് കട്ട് ചെയ്യാനായിട്ട്. ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് വേസ്റ്റാണ്, ഇത് കട്ട് ചെയ്ത് കളയാം. നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് ഇത് ആ തോട്, ആ പുറന്തോടൊന്ന് പൊളിച്ചെടുത്തേക്കുക. എന്നിട്ട് ഇതാണ് കളി എന്ന് പറയുന്നത്. അത് മിക്കവരും കറി വയ്ക്കാൻ എടുക്കും. അത് കറിക്ക് ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അത് കറിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇനി ഈ പൂ പോലെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം.
ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് കട്ട് ചെയ്യാം. ഇത് ഒരു സൈഡ് തന്നെ നമുക്ക് 3-4 പീസാക്കാനുള്ളതുണ്ട്. വലിയ ഞണ്ടാണ്. ചെറിയ ചെറിയ പീസാക്കിയാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും മസാലകളൊക്കെ കയറുള്ളൂ. ആ യെല്ലോ കളറിൽ കാണുന്നതാണ് ഈ കളി എന്ന് പറയുന്ന ആ ഒരു സാധനം. അത് മിക്കവരും കറിയിലിടും. അത് പോവാതിരിക്കാൻ വേണ്ടിയാണ് കട്ടിന് മുന്നേ എല്ലാവരും കഴുകിയെടുക്കണത് തന്നെ. ഇപ്പം എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ ചെറിയ കാലുകൾ നമ്മൾ വെട്ടിയതൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ടായില്ല. അതൊന്ന് പതുക്കി ഒന്ന് നമുക്ക് ചതച്ച് കൊടുക്കാം. ഇതുപോലെ പതുക്കി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. എല്ലൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞണ്ടെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ളതെല്ലാം റെഡിയാക്കാം. ഞാനിവിടെ സവാള ഒരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം. ഒരു പിടി ഉള്ളി മതി. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് എടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് നീളത്തോളമുള്ള ഇഞ്ചി എടുത്ത് ചെറിയ പീസാക്കി എടുക്കാം. ഇനി കുറച്ച് വേപ്പില എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുടംപുളിയാണ്. 2 ചുള കുടംപുളി ഞാൻ ചെറുതാക്കി കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് ഞാനൊരു തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് മാത്രം നമുക്ക് സവാള ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ ശരിക്കും വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതിൽ നമ്മൾ അധികമായിട്ടും എരിവിന് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ ഗ്രേവി കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കുഴമ്പം പരുവത്തിലായിരിക്കണം എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി 1 സ്പൂണിന് പകരം 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കത് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ 1.5 ഗ്ലാസ് എന്നുള്ള കണക്കല്ല, നമ്മുടെ ഞണ്ട് എന്തോരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം സവാള വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം രണ്ടാമത് ഇടാനായിട്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് എല്ലായിടത്തും തിളയെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഞണ്ടിനൊപ്പം നമുക്ക് വെള്ളം വേണം. ഇനി ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ആ വറ്റി വരുമ്പോൾ തന്നെ ഞണ്ട് റെഡി ആയിക്കോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഞണ്ട് അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുത്ത് ഫുൾ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഈ ഗ്രേവി ഒന്ന് കുറുകി വരണം. ഇതിലൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനൊരു അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് നോക്കുക ഉപ്പും അതുപോലെ പുളിയുടെ ഇത് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുടംപുളി ഇടണോണ്ട് തക്കാളി ഇതിൽ ചേർക്കരുത്. നമുക്കിപ്പോൾ പുളി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുടംപുളി തിളപ്പിച്ച് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് കുറുകി കറി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലൊന്ന് മുകളിൽ വിതറി മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഞണ്ട് കറി റെഡിയായി. നല്ല അടിപൊളി കറിയാണ്. ഇതിൻ്റെ ഗ്രേവി ആ സൂപ്പൊക്കെ ആയിട്ട് നമുക്ക് ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത്ര പേർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.